ഇന്ന് നമുക്ക് സോയാ ചങ്ക്സ് വെച്ചൊരു രുചിയേറും ഐറ്റം ഉണ്ടാക്കാം. എപ്പോഴും നമുക്ക് വലിയ ബോൾസാണ് കിട്ടുന്നത് സോയാ ചങ്ക്സ്. ഇത് കണ്ട് വളരെ ചെറിയ ചെറിയ ബോൾസാണ്. അപ്പം ഞാനൊരു 100 ഗ്രാം എടുത്ത് കാണും. അപ്പോൾ ഇത് നമുക്കൊന്ന് ലൈറ്റ് ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനകം നമുക്കിത് നല്ലതുപോലെ കുതിർന്ന് കിട്ടും. അപ്പം നമുക്ക് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് കുതിർന്ന് കിട്ടട്ടെ. ഒരു 5 മിനിറ്റ് മതി. പെട്ടെന്ന് ഇതങ്ങ് കുതിർന്ന് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്നൊന്ന് അടച്ചു മാറ്റി വെക്കാം. സോയ ചങ്ക്സ് ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ചെറിയ ബോൾസ് ആയതുകൊണ്ട് ഇത് മുറിച്ചിടണമെന്നില്ല. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് 2-3 വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കഴുകി മുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മുറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ ബോൾസ് ആയതുകൊണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ മറക്കാൻ എടുക്കുന്ന പോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി. അത് കാശ്മീരി ചില്ലി പൗഡറാ, വലിയ എരിവൊന്നും ഇല്ല, കളറേ ഉള്ളു. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ വേണ്ടത് വിനീഗർ വേണം. ഞാനതൊരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. അതൊരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണം. വിനീഗർ ഇല്ലെങ്കിൽ നാരങ്ങയുടെ നീരായാലും മതി. 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയ്ക്കും മതിയാവും. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ മീൻ മറക്കാനെല്ലാം മസാല പുരട്ടി വെക്കുന്ന പോലെ മാറ്റി വെക്കണം. അത് ഒരു 5 മിനിറ്റ് മതി. നല്ലതുപോലെ ഇതെല്ലാം അങ്ങ് ഉപ്പ് എരിവും പുളിയും എല്ലാം പിടിച്ചോളും. അപ്പോൾ ഞാനെല്ലാം മസാല പുരട്ടിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് എടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുക്കാം. സോയാ ചങ്ക്സ് നമ്മൾ ഇറച്ചി ഉലത്തി എടുക്കുന്ന മാതിരി ഉലത്താം. അപ്പോൾ അതിന് വേണ്ടത് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളി, പിന്നെ കുറച്ച് തേങ്ങ ഞാൻ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. അത് വറുത്തിടാനാണ്. ഇത് വേണമെങ്കിൽ ചേർക്കാം. തേങ്ങ കഴിച്ചുകൂടാത്തവർക്ക് തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 2 പച്ചമുളക്, വലിയ എരിവൊന്നും ഇല്ലാത്ത പച്ചമുളക്. അപ്പോൾ 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. അപ്പോൾ ഇത് ഇത്രയും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സോയാ ചങ്ക്സ് മസാല പുരട്ടി വെച്ചിട്ട് 5 മിനിറ്റായി. തുറന്നു നോക്കാം. നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് എണ്ണയിൽ കുറേശ്ശെ വറുത്ത് കോരിയെടുക്കാം. കടായി അടപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു, ഫ്ലെയിം ഓണാക്കി. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടാവുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ തേങ്ങ അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം ഈ തേങ്ങ. എന്നിട്ട് വേണം ഓരോന്നോരോന്നായിട്ട് നമുക്ക് അടുത്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് കളർ മാറിക്കോട്ടെ. തേങ്ങയുടെ കളർ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിടാം. അതൊക്കെ ഒരു ഷോയ്ക്ക് വേണ്ടി ഇട്ടതാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞിടാം. അതല്ല പേസ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യം ചേർക്കാം. അത് അവരവരുടെ ഇഷ്ടം. ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ എല്ലാം കളർ മാറി വരുന്നുണ്ട്. നമുക്കിനി സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കി കൊടുക്കണം. ഒന്നിൻ്റെ കളർ മാറത്തില്ല, നല്ല കളറായിട്ട് തന്നെ ഇരിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഉള്ളി എളുപ്പം വാടി കിട്ടാൻ വേണ്ടി നമ്മളൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് എപ്പോഴും പിന്നെ ടേസ്റ്റ് നോക്കി നോക്കി വേണം ചേർക്കേണ്ടത്.
അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. കടായി അടപ്പേ വെച്ചു. ഫ്ലെയിം ഓണാക്കി എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലതുപോലെ ചൂടായി വരട്ടെ. അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണയിൽ കുറേശ്ശെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം നിൽക്കരുത്. നമ്മൾ പിഴിയുന്ന പോലെ ഇരിക്കും എണ്ണ പിടിക്കാതിരിക്കുന്നത്. കണ്ടോ? നല്ലതുപോലെ ചെറിയ ബോൾസാണ്. വലുതാണെങ്കിൽ നമ്മളതൊന്ന് മുറിച്ചിടേണ്ടി വരും. അപ്പോൾ ഇത് മുറിക്കേണ്ട ആവശ്യമില്ല, വെറും ചെറിയ ബോൾസാണ്. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെ ചൂടായ എണ്ണയിലോട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ബോൾസ് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ ഈ ബോൾസ് എല്ലാം നല്ലതുപോലെ മുരിഞ്ഞു വരുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ വറുത്ത് കോരി എടുക്കണം. ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഇത്രയും വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തണുക്കും തോറും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് നല്ല ചിക്കൻ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാം ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ എണ്ണ വറ്റി കാണും. ആ ഒഴിച്ചെണ്ണ അങ്ങനെ നിൽപ്പുണ്ടെന്ന് തോന്നിക്കുന്നു. കണ്ടോ? ഒട്ടും എണ്ണ പിടിച്ചിട്ടില്ല. കാരണം അത്ര നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതാണ്. വെള്ളം നിന്ന് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ എണ്ണ പിടിക്കും. അപ്പം നമ്മൾ വിനാഗിരിയോ നാരങ്ങ നീരോ എന്താ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മളൊന്ന് പിഴിഞ്ഞ് നോക്കണം. വെള്ളം കൂടുതലാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞ് വേണം വറക്കാൻ. അപ്പോൾ ഞാനെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പം നേരത്തെ നമ്മൾ കുറച്ച് മസാല ചേർത്താണ് സോയ ചങ്ക്സ് വറുത്തത്. അതുകൊണ്ട് അതനുസരിച്ച് മസാല ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഉപ്പ് പിന്നെ പാകത്തിന് നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്രേവി ആക്കുന്നില്ല. ഇത് കുറച്ച് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ടേസ്റ്റ് നോക്കി അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കി വേണം നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത്. അപ്പോൾ മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് പല രീതിയിൽ പലരും ഉണ്ടാക്കി കഴിക്കും. പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. ചോറിന് ഒരു പുളിശ്ശേരി, അപ്പോൾ ഇങ്ങനൊന്ന് വഴറ്റിയതും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ ഉച്ചക്കലത്തെ ഊണ് നല്ല രുചികരമായിരിക്കും. അപ്പോൾ ഒന്ന് ചൂടായിക്കോട്ടെ. സ്വാദിഷ്ടമായ നമ്മുടെ സോയ ചങ്ക്സ് ഉലത്ത് റെഡി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. അഥവാ ഇങ്ങനെ തക്കാളി ഉള്ളി എല്ലാം വഴറ്റി ചേർക്കാൻ സമയമില്ല അല്ലെങ്കിൽ വേണ്ട എങ്കിലും നമ്മൾ ആ വറുത്ത് വെച്ചിരുന്നില്ലേ, അത് അങ്ങനെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാം. ചിക്കൻ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം. രുചികരമായ സോയ ചങ്ക്സ് റെഡി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.